അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കുകൾക്കൊക്കെ ഇങ്ങനെ ഓവർഫ്ലോ പ്രശ്നങ്ങളും വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. അതുപോലെ ഹായ് ഗൈസ്, നമുക്ക് ബൈക്കിൻ്റെ മിസ്സിംഗ് പ്രശ്നം പെട്രോൾ ഓവർഫ്ലോ ആവുന്നത് കാരണമുള്ള മിസ്സിംഗ് ഒക്കെ വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കുന്നത് എങ്ങനെ നോക്കാം. പെട്രോൾ ഓവർഫ്ലോ ആവുന്നുണ്ടല്ലോ കാർബറേറ്ററിൽ നിന്ന് വരുന്ന പൈപ്പിലൂടെ. ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം വണ്ടി ഉപയോഗിക്കാതെ നിർത്തിയിട്ടിരുന്നു. പിന്നെ പെട്രോൾ ഓൺ ചെയ്ത് വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാവുന്നതാണ്. നമ്മൾ പെട്രോൾ ഓൺ ചെയ്താൽ ഇത് വീണ്ടും ഓവർഫ്ലോ ആയി പെട്രോളൊക്കെ പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പെട്രോൾ ഓഫ് ചെയ്ത ശേഷം സ്ക്രൂ ഡ്രൈവറിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് കാർബറേറ്ററിൻ്റെ അടിയിലായി ഇങ്ങനെ തട്ടി കൊടുക്കുക. പിന്നെ കാർബറേറ്ററിൻ്റെ അടിയിലായിട്ടുള്ള ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി അയച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും തട്ടി കൊടുക്കുക. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള പൊടിയോ ചളിയോ ഒക്കെ വെച്ചാൽ ഇളകി പോന്നോളും. അതിനുശേഷം നമ്മൾ പെട്രോൾ ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ പൈപ്പിലൂടെ പെട്രോൾ വരുന്നത് കാണാം. പിന്നെ നമ്മൾ ഓഫാക്കുക പെട്രോൾ. ഇനി കാർബറേറ്ററിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ ലൂസ് ചെയ്ത സ്ക്രൂ ടൈറ്റ് ആക്കിയ ശേഷം പെട്രോൾ ഓൺ ആക്കി നോക്കുക. അപ്പോൾ ഓവർഫ്ലോ നിന്നതായിട്ട് കാണാം. എന്നിട്ടും ഓവർഫ്ലോ നിന്നില്ലെങ്കിൽ സ്ക്രൂ ലൂസ് ചെയ്ത് വീണ്ടും തട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓവർഫ്ലോ നിന്ന ശേഷം പെട്രോൾ ഓഫ് ചെയ്തിട്ട് വേണം കിക്കറോ സെൽഫോ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ. എന്നിട്ടും ഇതുപോലെ എൻ്റെ വണ്ടി സ്റ്റാർട്ടാവാത്ത പോലെ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് സ്പാനർ ഉപയോഗിച്ച് അതിൻ്റെ ക്യാപ്പ് ഊരണം. ക്യാപ്പ് ഊരിയിട്ട് സ്പാനർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കുക. എൻ്റെ വണ്ടിയിലെ പെട്രോൾ ഓവർഫ്ലോ ആവുന്നതിൻ്റെ കൂടെ തന്നെ എയറും എയർ ബബിൾസും വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ എയർ കുടുങ്ങിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ വണ്ടിയുടെ ടൂൾ കിറ്റിലെ സ്പാനർ ഉപയോഗിച്ച് സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2-3 തവണ കിക്കർ അടിച്ച് സ്പാർക്ക് പ്ലഗിൻ്റെ അഴിച്ച ഹോളിലൂടെ എയർ പുറത്തേക്ക് കളയേണ്ടതുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പെട്രോൾ ഓഫാക്കിയിട്ട ശേഷം വേണം എന്തൊക്കെ ചെയ്യാൻ. ഓക്കെ, സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുത്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിക്കർ അടിച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം, ഒരു 4-5 പ്രാവശ്യം കിക്കർ അടിക്കുമ്പോൾ എയർ ആ സ്പാർക്ക് പ്ലഗ് അഴിച്ച ഹോളിൽ കൂടെ എയർ എന്നിട്ട് പുറത്തേക്ക് തള്ളാനായിട്ട് കാണാം. അടിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏതായാലും സ്പാർക്ക് പ്ലഗ് അയച്ച സ്ഥിതിക്ക് നമ്മളത് സ്പാർക്ക് പ്ലഗിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് ഉടയ്ക്കാം. ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ട് ആ മേലുള്ള ഹെഡിലൊക്കെ ഉള്ള കരിയൊക്കെ ഒന്ന് തുടച്ച ശേഷം നമുക്ക് സ്പാർക്ക് പ്ലഗ് അവിടെ ഹെഡിലുള്ള കരിയൊക്കെ ഒന്ന് തുടച്ച ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ വണ്ടിയൊക്കെ ചെറുതായിട്ട് മിസ്സിങ് സ്റ്റാർട്ടാവാത്ത പ്രശ്നമൊക്കെ വന്നാൽ ഇതുപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ചു നോക്കിയിട്ട് ആ ഹെഡിലൊക്കെ ഉള്ള കരിയൊക്കെ ഒന്ന് ഉരച്ച് തുടച്ചതിന് ശേഷം ഒന്ന് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സ്പാർക്കിംഗ് കറക്റ്റായിട്ട് കിട്ടിയാൽ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവുന്നതാണ്. അതിനൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. സ്പാനറും കാര്യങ്ങളും വണ്ടീൻ്റെ ടൂൾ കിറ്റിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളത് ടൈറ്റാക്കി ഇനി നമ്മൾ സ്പാർക്ക് പ്ലഗിൻ്റെ കപ്പ് കണക്ഷൻ ഇടുകയാണ്. അത് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കിക്കർ അടിച്ച് നോക്കാം. ഇനി സ്റ്റാർട്ടാവില്ലേ നോക്കാം. അപ്പോൾ നമുക്ക് കിക്കർ അടിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി കിക്കർ അടിച്ച് സ്റ്റാർട്ടായില്ല. കിക്കർ അടിച്ച് കുഴങ്ങാൻ വയ്യ. നമുക്കൊന്ന് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. നമ്മുടെ ഓവർഫ്ലോ പ്രശ്നമൊക്കെ പരിഹരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കുകൾക്കൊക്കെ ഇങ്ങനെ ഓവർഫ്ലോ പ്രശ്നങ്ങളും വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. അതുപോലെ വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് തന്നെ ചെയ്ത് റെഡി ആയില്ലെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി പെയിൻറ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. വണ്ടി പെയിൻറ് ചെയ്ത് അടിപൊളിയാക്കി പുത്തൻ വണ്ടി പോലെ ആക്കിയത് നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ മൊത്തം ഒരു പെയിൻറ് ചെയ്തോ കാണിക്കാം. കണ്ടോ, വണ്ടീൻ്റെ ടയറിന് റിമ്മിനൊക്കെ കറക്റ്റ് പെയിൻറ് അടിച്ച് ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോ പാർട്സിനും നമ്മൾ എൻജിൻ്റെ ഒക്കെ സ്ക്രൂകൾക്കൊക്കെ പെയിൻറ് ചെയ്ത് ഒക്കെ തുരുമ്പ് പിടിക്കാതൊക്കെ വേണ്ടി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ, പെയിൻ്റ് അടിച്ച് വൈറ്റൊക്കെ അടിച്ച് നല്ല കളറ് പോയടത്തൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് 10 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷേ കൂടുതലായിട്ട് പെയിൻ്റ് ഒന്നും പോയില്ലായിരുന്നു. അതുപോലെ എഞ്ചിൻ്റെ മുകളിലൊക്കെ പുറത്തേക്കുള്ള സ്ക്രൂവിൻ്റെ ഭാഗത്തിന് മാറ്റ് ബ്ലാക്ക് അടിച്ചു. ഒരു പ്രത്യേക സ്റ്റൈലായിട്ട് ഇപ്പോൾ മൊത്തത്തിൽ വണ്ടിയിലുള്ള സ്ക്രൂകളൊക്കെ മാറ്റ് ബ്ലാക്ക് അടിച്ചു കൊടുത്തു. അതിന് തുരുമ്പൊന്നും വരണ്ടല്ലോ എന്നുള്ള കണ്ടീഷനിൽ ചെയ്തതാണ്.
നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് ഇങ്ങനെയായിരുന്നു വണ്ടി. അതിൽ ബോഡിക്കൊന്നും കാര്യമായിട്ട് പെയിൻറ്റ് പോയിട്ടില്ലായിരുന്നു. കാര്യമായിട്ട് റസ്റ്റ് ഉണ്ടായിരുന്നത് സൈലൻസറിൽ, അതുപോലെ ക്രാഷ് ഗാർഡ് ആയിരുന്നു. പിന്നെ സാരി ഗാർഡ്, അതൊക്കെ നമ്മൾ ഇങ്ങനെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല ഉരച്ച് റസ്റ്റ് പോക്കിയതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ മാറ്റ് ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് അടിച്ചു. പിന്നെ അതുപോലെ റിമ്മിൽ ചെറുതായിട്ട് ബ്ലാക്ക് പോയതുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അടിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച സ്പ്രേ ബോട്ടിൽസ്. സ്പ്രേ വൈറ്റ് ഗ്ലോസി 1, മാറ്റ് ബ്ലാക്ക് 3 ബോട്ടിൽ, ഒരു സാധാ മാറ്റ് ബ്ലാക്ക് 200 ഗ്രാം. പിന്നെ ടയർ പുതിയ ടയറാണ്. JK ടയറിൻ്റെ 110/80/17 ബ്ലേസ് റൈഡർ എന്ന് പറഞ്ഞ ടയറാണ്. സ്റ്റൈലിഷ് സ്പോർട്ടി ടയറാണ്. അത്യാവശ്യം ഗ്രിപ്പുള്ള ടയറാണ്. വൈറ്റ് പെയിൻറ്റ് പിന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്തു. കാര്യമായിട്ട് വൈസർ നന്നായി ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കിന് തുരുമ്പ് പിടിക്കാതാക്കാൻ വേണ്ടി ഡിസ്ക് ബ്രേക്കിൻ്റെ നടുക്കായിട്ട് നല്ല മാറ്റ് ബ്ലാക്ക് അടിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ വരുന്നത് അതുപോലെ സിയറ്റിൻ്റെ സൂം X3F എന്ന് പറഞ്ഞ മോഡലാണ്. അത് വരുന്നത് 90/90/17 ആണ് ടയർ വരുന്നത്. അതും പുതിയ ടയർ തന്നെയാണ്, അധികം ഓടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാം. എങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടില്ലേ? പക്ഷെ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുക, അതുപോലെ പെയിൻറ്റിങ് ഷോപ്പിൽ കൊടുക്കുകയും ചെയ്യാതെ നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ സമയമൊക്കെ ഉള്ളവർക്ക്, അതുപോലെ ഉപയോഗിക്കാൻ വേറെ വണ്ടിയൊക്കെ തൽക്കാലം ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ വണ്ടീൻ്റെ അതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ, അതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ തമ്പനയിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. വണ്ടി വീട്ടിൽ നിന്ന് നന്നാക്കാൻ പറ്റുന്ന പാവങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കട്ടെ, വെറുതെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാശ് കളയണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇതുപോലെ ഡേ ടു ഡേ ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.